രീതിയിൽ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ ആലോചനയ്ക്കായി ദൈവത്തെ സമീപിക്കുക എന്നുള്ളതാണ് ശ്ലോകം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തകരാറ് സംഭവിക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ്. പല സ്ഥലങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നമ്മുടെ ബുദ്ധി പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരും. സിറ്റുവേഷൻ വിസ്ഡം എന്ന് നമുക്കതിന് വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ സാഹചര്യങ്ങളിൽ നാം ചില സമയങ്ങൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയും അതിൻ്റെ അവസാനം പരാജയത്തിലേക്ക് പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ ഏത് സാഹചര്യമായാലും, അനുകൂലമോ പ്രതികൂലമോ ഏത് സാഹചര്യമായാലും, ദൈവസന്നിധിയിൽ ദൈവത്തോട് ആലോചന ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അവിടെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ സ്ഥാനമില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ആ സാഹചര്യത്തെ, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ, അതിനെ മുൻപോട്ട് പോകുവാനായി നാം ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ തിരക്കേറിയ ഈ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് വളരെ വിരളമാണ്. ഹല്ലേലൂയ. നാം തിരക്കുള്ളവരാണ്, നാം ബിസിയായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനോ, ദൈവത്തിൽ നിന്നും കേൾക്കുവാനോ, ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുവാനോ കഴിയാതെ വണ്ണം നാം നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെട്ടു കഴിയുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങൾ, അത് പ്രതികൂലമായാലും അനുകൂലമായാലും ഏത് സാഹചര്യമായാലും, ആ സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അർഹിക്കുന്നത്. ഞാനൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും, ഹല്ലേലൂയ, ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ആരുമല്ല, നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു സംഭവത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തൻ്റെ ഒരു പ്രശ്നഘട്ടത്തിൽ താൻ കടന്നു വന്നപ്പോൾ, താൻ ഒരു പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ പ്രശ്നമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ദാവീദ് ആ സമയത്ത് ചെയ്തത്, ആ കാര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. താൻ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, തനിക്ക് നേരിട്ട ആ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ താൻ ചെയ്തത് എന്താണ് എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എടുക്കാം 1 ശമൂവേലിന്റെ പുസ്തകം. ബൈബിൾ കൊണ്ടുവന്നവർ ബൈബിൾ തുറന്നാട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നടന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ വളരെ പ്രയാസമേറിയ, കാഠിന്യം നിറഞ്ഞ ഒരു സംഭവം അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിഗ്ലാഗിൽ എത്തിയപ്പോൾ അമലേക്കാർ തെക്കേ ദേശവും സിഗ്ലാഗും ആക്രമിച്ച് സിഗ്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരെയും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും
ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. 4-ാം വാക്യം. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തി അഹിനോവം, കർമ്മൽക്കാരൻ നാബേലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. 6-ാം വാക്യത്തിന്റെ ആരംഭം പറയുന്നു, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. 30-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദാവീദ് വലിയ കഷ്ടത്തിലായി. ഹല്ലേലൂയ. ഒരു വലിയ കഷ്ടത്തിലേക്ക് ദാവീദ് മാറ്റപ്പെട്ട ഒരു സന്ദർഭമാണ് നാം ഇവിടെ വായിപ്പാനായിട്ടിടയായി തീർന്നത്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വിഷയത്തിൽ മാത്രം നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. താൻ സിഗ്ലാഗിലേക്ക് കടന്നു വന്നപ്പോൾ, തൻ്റെ ദേശത്തിലേക്ക് കടന്നു വന്നപ്പോൾ, തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ശത്രുവായ അമലേഖ്യർ ദേശത്തെ പിടിച്ച് അത് ചുട്ടരിച്ച് അവിടെയുള്ള വലിയവരെയും ചെറിയവരെയും അടിമകളായി കൊണ്ടുപോയുടെ കൂട്ടത്തിൽ ദാവീദിന്റെ 2 ഭാര്യമാരെയും പിടിച്ചുകൊണ്ടുപോയി. ദാവീദിന്റെ കൂടെയുള്ള ജനത്തിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കൊണ്ടുപോകുവാനായിട്ടിടയായി തീർന്നു. ദാവീദ് വലിയ കഷ്ടത്തിലാണ്. ദേശം ചുട്ടരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. തീ വച്ച് അവർ ദേശത്തെ ചുട്ടുകളഞ്ഞു. പുത്രിമാരെയും പുത്രന്മാരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ഭാര്യമാരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ദാവീദും തൻ്റെ കൂടെയുള്ളവരും തിരിച്ച് ഭവനത്തിലെത്തിയപ്പോൾ താൻ കണ്ടത് വളരെ കഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന, വളരെയധികം ദുഃഖത്തിലേക്ക് നടത്തുന്ന ഒരു അനുഭവമായിരുന്നു താൻ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ അതിൻ്റെ ആഴം, ആ പ്രശ്നത്തിൻ്റെ ആഴം അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 6-ാം വാക്യം വായിക്കുമ്പോൾ, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഒരു പ്രശ്നത്തിൻ്റെ സാഹചര്യത്തിൽ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന ജനം ദാവീദിന് ഓപ്പോസിറ്റായി മാറി. ഒരു സെക്കൻഡിൽ. ഹല്ലേലൂയ. ഈ പ്രശ്നം കടന്നു വന്നപ്പോൾ തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ശത്രു പിടിച്ചുകൊണ്ടുപോയപ്പോൾ അതുവരയ്ക്കും ദാവീദിനോട് കൂടെ നിന്നവർ ഒരു സെക്കൻഡിൽ മാറി ദാവീദിന് എതിരായി വന്നു. അവനെ കല്ലെറിയണമെന്ന് പറഞ്ഞു. അവൻ വലിയ കഷ്ടത്തിലായി. ഹല്ലേലൂയ. അവൻ വലിയ ഒരു കഷ്ടത്തിലേക്ക് നയിക്കപ്പെട്ടു. തൻ്റെ ഭാര്യമാർ 2 പേരും, പുത്രന്മാർ പുത്രിമാർ, അതുമാത്രമല്ല തന്നോട് കൂടെയുള്ളവരുടെയും പുത്രന്മാർ പുത്രിമാർ ദേശം തീവച്ച് ചുട്ടുകളഞ്ഞു. വലിയൊരു നഷ്ടം, വലിയൊരു കഷ്ടം താൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. താൻ വലിയ കഷ്ടത്തിലായി, താൻ വലിയ ദുഃഖത്തിലായി. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഈ പ്രശ്നത്തിൻ്റെ ആഘാതം നിമിത്തം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. 4-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാത്തോളം ഉറക്കെ കരഞ്ഞു. അവർ ഈ കാഴ്ച കണ്ടപ്പോൾ, അവർ ഈ സാഹചര്യം കണ്ടപ്പോൾ കരയുവാൻ ബലമില്ലാതെ വണ്ണം അവർ കരയുവാനായിട്ടിടയായിത്തീർന്നു. കാരണം പ്രശ്നം വീടിനുള്ളിലേക്ക് കയറി. ശത്രു വീടിനെ ആക്രമിക്കുവാനായിട്ടിടയായിത്തീർന്നു. ശത്രു തലമുറയെ പിടിച്ചുകൊണ്ടുപോയി. ശത്രു ഭവനത്തിലേക്ക് പ്രവേശിച്ചു. സീരിയസായി, കാര്യമെല്ലാം സീരിയസായി. അവർ കരയുകയാണ്, ബലമില്ലാതെ വണ്ണം കരഞ്ഞപ്പോൾ ആ വിഷയത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ആഘാതമായിട്ടുണ്ട്, ആഴമേറിയ വിഷയമാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാവീദും കൂടെയുള്ളവരും ബലമില്ലാതാകോളം കരയുവാനായിട്ടിടയെ. കാരണം കരഞ്ഞ് അവിടെ ബലമൊക്കെയും പോയി. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനം ഒരു നിമിഷം കൊണ്ട് ദാവീദിനെ എതിരായി വന്നു. അവനെ കല്ലെറിയണമെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ ദാവീദ് പ്രവർത്തിച്ചതാണ്
ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് ദാവീദ് കൈകാര്യം ചെയ്തത്? ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദ് ഒരു യോദ്ധാവാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ വായിൽ നിന്നും നമ്മൾ ആ സാക്ഷ്യം കേട്ടതാണ്. ശൗലിന്റെ മുൻപിൽ ദാവീദ് ആ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹവും ഒരു കരടിയും കടന്നു വന്നു. അതിൻ്റെ വായിൽ നിന്നും ആട്ടുകുട്ടിയെ രക്ഷിച്ച ആ കാര്യമെല്ലാം ദാവീദിനെ സംബന്ധിച്ചിടത്തോളം വലിയതാണ്. അതുമാത്രമല്ല, മല്ലനായ ഗോലിയാത്തെ, പ്രൈസ് ദി ലോർഡ്, മല്ലനായ ഗോലിയാത്തെ നിലംപരിചയാക്കുവാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് ദാവീദ്. അപ്പോൾ ദാവീദ് ഒരു യോദ്ധാവാണ്. ദാവീദിന് വേണമെങ്കിൽ ആ സമയത്ത് തൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് കൂടെയുള്ള ജനങ്ങളെയും സജ്ജരാക്കി അമോലേക്യരുടെ യുദ്ധത്തിന് കടന്നു പോകാമായിരുന്നു. കാരണം താൻ ഒരു യോദ്ധാവാണ്, താൻ യുദ്ധവീരനാണ്. തൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, തൻ്റെ കൂടെയുള്ളവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദാവീദിനെ സ്വന്തം ബുദ്ധിയിൽ, വിവേകത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷേ താൻ അതിലേക്കൊന്നും പോകാതെ വണ്ണം, ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ വണ്ണം താൻ ചെയ്തത് അടുത്ത വേദഭാഗത്തിൽ നാം വായിക്കുന്നുണ്ട്. താൻ കരഞ്ഞു, ദൈവത്തിൽ ബലപ്പെട്ടു. ആ ഒരു സാഹചര്യത്തെ ദാവീദ് എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു മുഖവരയായി നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ കഷ്ടത്തിലുള്ള അല്ലെങ്കിൽ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ശത്രുവിൻ്റെ പ്രഹരം, ശത്രു നിങ്ങളെ അറ്റാക്ക് ചെയ്ത് നിങ്ങൾ വലിയ കഷ്ടത്തിലാകുമ്പോൾ, മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, അത് കുടുംബത്തിൻ്റെ പ്രശ്നമായിക്കൊള്ളട്ടെ, തലമുറയുടെ പ്രശ്നമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സ്വകാര്യ പ്രശ്നമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിൽ നിങ്ങൾ വലിയ കഷ്ടത്തിലാകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, നിങ്ങൾ നിങ്ങൾ എടുത്ത് മുൻപോട്ട് പോകേണ്ട പ്രവൃത്തി, ആ സാഹചര്യങ്ങളെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ഈ വചനങ്ങളിലൂടെ വെളിപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പലപ്പോഴും നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് നാം മുന്നേറുന്നത്. ഹല്ലേലൂയ. അവസാനം പരാജയപ്പെട്ട് തുന്നം പാടുമ്പോഴാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് പോകുന്നത്. അതുവരെയും നമ്മുടെ കഴിവിലും, നമ്മുടെ ബലത്തിലും, നമ്മുടെ പണത്തിലും, അതുപോലെ നമ്മുടെ വിവേകത്തിലും നാം ആശ്രയിച്ച് മുൻപോട്ട് പോകും. അവസാനം നമുക്ക് വലിയ പരാജയം സംഭവിക്കുമ്പോഴാണ് നാം നമ്മുടെ പത്തിയട മടക്കി ദൈവത്തിലേക്ക് തിരിയുന്നത്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം താൻ വലിയ കഷ്ടത്തിലായി എന്ന് വചനം പറയുന്നു. താൻ ഉറക്കെ നിലവിളിച്ചു, ബലമില്ലാത്തോളമെന്നും താൻ കരഞ്ഞു ഈ വിഷയത്തിൻ്റെ മേൽ. ഹല്ലേലൂയ. തനിക്ക് വേണമെങ്കിൽ ഒരു വലിയ യുദ്ധം ചെയ്യാമായിരുന്നു. തൻ്റെ ജനങ്ങളെ സജ്ജരാക്കി അപ്പോൾ തന്നെ അമോലേക്യരുടെ പുറകെ പോയി അവരെ സംഗ്രഹിക്കാമായിരുന്നു. പക്ഷേ താൻ ആ സാഹചര്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, താൻ ആ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് അവിടെ വായിപ്പാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ വായിച്ചു നോക്കിക്കേ. അടുത്ത വാക്യത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നേ. 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് അഹിമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് എഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ എഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. 8-ാം വാക്യം. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളുമെന്ന് അരുളപ്പാടുണ്ടായി. സ്തോത്രം. താൻ ചെയ്ത ഒരു വലിയ പ്രവൃത്തി, എഫോദ് കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യുദ്ധവീരനായിരിക്കുന്ന, ബലശാലിയായിരിക്കുന്ന, യോദ്ധാവായിരിക്കുന്ന ദാവീദ് അപ്പോൾ തന്നെ യുദ്ധത്തിന് പോകാതെ വണ്ണം പ്രശ്നം കാഠിന്യമായിരിക്കുകയാണ്. തൻ്റെ കുടുംബം മാത്രമല്ല, തൻ്റെ കൂടെയുള്ള ജനത്തിനും പ്രശ്നമായിരിക്കുകയാണ്. ജനം തന്നെ കല്ലെറിയുവാൻ തക്കം നോക്കി നിൽക്കുകയാണ്.
എല്ലാവരും ദാവീദിനെതിരെ കല്ലെടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കാര്യം പിന്നെയും വഷളാകും, സാഹചര്യം പിന്നെയും വഷളായി പോകും. ഹല്ലേലൂയ. കാരണം അത്രത്തോളമുള്ള ഒരു വലിയ പ്രശ്നഘട്ടത്തിലാണ് ഇസ്രായേൽ മക്കൾ ദാവീദിന്റെ കൂടെയുള്ളവരും അകപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആ സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ ദാവീദ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് പുരോഹിതനോട് പറഞ്ഞു, എഫോദ് ഇങ്ങോട്ട് കൊണ്ടുവരിക. എഫോദ് എന്ന് പറഞ്ഞാൽ ദൈവാലോചന അറിയാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് പിന്നീട് നമുക്ക് അത് വ്യക്തമാക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എഫോദ് കൊണ്ടുവരിക. പുരോഹിതൻ എഫോദ് കൊണ്ടുവന്നു. താൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ ഈ പരീക്ഷയെ നേരിടണമോ? ഞാൻ അവരെ എത്തിപ്പിടിക്കുമോ? താൻ എഫോദ് കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എഫോദ് കൊണ്ടുവന്ന് താൻ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. ഇപ്പോൾ അതിനുള്ള സമയമാണോ ദാവീദേ? പ്രാർത്ഥിക്കാനുള്ള സമയമാണോ ദാവീദേ? ദൈവത്തിന്റെ ആലോചന കേൾക്കാനുള്ള സമയമാണോ ദാവീദേ? കുടുംബം നോക്കൂ, പുത്രന്മാരും പുത്രിമാരെയും പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. സാഹചര്യം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ദേശം തീ വച്ചിട്ട് ചുട്ടിരിക്കപ്പെട്ടിരിക്കുകയാണ്, തീ വച്ച് നശിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം, ഇപ്പോഴാണ് ദൈവിക ആലോചന കേൾക്കാൻ പറ്റിയ സമയമെന്ന് ഒരു പക്ഷേ മറ്റുള്ളവർ ചോദിച്ചെങ്കിലും ദാവീദ് ദൈവസന്നിധിയിൽ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നാം ഇത് പ്രാക്ടീസ് ചെയ്യണം. ഹല്ലേലൂയ. നമുക്ക് വരുന്ന പ്രതിസന്ധികളിൽ നാം മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ ദൈവസന്നിധിയിൽ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കാനായിട്ടിടയായിത്തീരുന്നു. ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കർത്താവ് നമുക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ വേറെ പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ ദൃഷ്ടി എൻ്റെ മേൽ വെച്ച് നീ എനിക്ക് ആലോചന പറഞ്ഞു തരണമെന്ന് ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ഈ ഒരു പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ദാവീദ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് എഫോദ് കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ദൈവിക ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൻ പ്രാർത്ഥിച്ച കാര്യം, അല്ലെങ്കിൽ കർത്താവേ, ഈ പരീക്ഷയെ ഞാൻ എത്തിപ്പിടിക്കുമോ? ഹല്ലേലൂയ. ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. കർത്താവേ, ഈ പ്രശ്നത്തിനെ ഞാൻ പിന്തുടരണമോ? ഈ പരീക്ഷയെ ഞാൻ എത്തിപ്പിടിക്കണമോ? എന്നാൽ അത് കഴിയുമോ? ഈ പരീക്ഷയെ നേരിടാൻ പറ്റുമോ? ഞാനത് എത്തിപ്പിടിക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് മറുപടി ഉണ്ടായി. ദൈവം എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. നീ വീണ്ടും അത് പിടിക്കും, തിരികെ പിടിക്കും, വീണ്ടുകൊള്ളും, നീ എത്തിപ്പിടിക്കും, നിനക്ക് ജയമുണ്ട് നിശ്ചയം, നീ ധൈര്യമായി പോയിക്കൊള്ളുക. ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിക്കാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. നിങ്ങൾ താഴെ വായിക്കുമ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി ആ പ്രാർത്ഥനയുടെ ഫലമായി, ആ ആലോചനയുടെ ഫലമായി ദൈവം ദാവീദിനെ എങ്ങനെ നയിച്ചു കൊണ്ടുപോയി എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സദൃശവാക്യങ്ങൾ 21-ന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഒന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 21-ന്റെ 1. ഹല്ലേലൂയ. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തേക്കും ഞാൻ അതിനെ തിരിക്കുന്നു. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കൈക്കിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. ദൈവം തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. ഹല്ലേലൂയ. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കരത്തിലാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരത്തിലാണ്.
ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനായി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറുമ്പോൾ ഒരിക്കലും നമ്മുടെ ബലത്തിലോ നമ്മുടെ പണത്തിലോ നമ്മുടെ പ്രൗഢിയിലല്ല നാം ആശ്രയിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നാം കാത്തിരിക്കണം. ദാവീദിന് ശക്തിയുണ്ട്, ദാവീദിന് ബലമുണ്ട്, ബലശാലികളായ ആളുകൾ തന്നോട് കൂടെയുണ്ട്, ബലശാലികളായ ആളുകൾ, യുദ്ധസന്നദ്ധരായ ആളുകൾ തന്നോട് കൂടെയുണ്ട്. ഇതൊക്കെയും ഉണ്ടായിട്ടും ദാവീദ് അതിൽ ആശ്രയിക്കാതെ എഫോദ് കൊണ്ടുവന്ന് പുരോഹിതനോട് എഫോദ് കൊണ്ടുവരാൻ പറഞ്ഞ് എഫോദ് കൊണ്ടുവന്ന് എഫോദ് വെച്ച് ദൈവിക ആലോചന അറിയുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, ഞാൻ അതിനെ എത്തിപ്പിടിക്കുമോ? ഹല്ലേലൂയ. കാരണം ഈ സാഹചര്യം പ്രാർത്ഥിക്കാൻ പറ്റിയ സാഹചര്യമാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഈ സാഹചര്യം ദൈവിക ആലോചനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ട സമയമാണോ? അല്ല. തന്നോട് കൂടെയുള്ളവർ കല്ലെറിയുവാൻ തയ്യാറായി നിൽക്കുകയാണ്. സാഹചര്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റ് ചെല്ലുന്തോറും പ്രശ്നം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറുപക്കം ദാവീദ് എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുകയാണ്. ദൈവം പറയുന്നു, പിന്തുടരുക, നീ അവരെ എത്തിപ്പിടിക്കും, നീ സകലവും വീണ്ടുകൊള്ളും, നീ സകലവും തിരിച്ചു പിടിക്കും. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് സകലത്തെയും തിരിച്ചു പിടിച്ചു, സകലത്തെയും തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. ദൈവം ദാവീദിനോട് കൂടെ ഇരുന്ന് ഒരു വലിയ വിജയം ദാവീദിന് കൊടുക്കുവാനായിട്ടിടയായി. ഇന്ന് ദൈവത്തെ ആരാധിക്കുമെന്നിരിക്കുന്ന ദൈവ പൈതങ്ങളെ, നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, നമ്മുടെ പ്രതിസന്ധി മേഖലയിൽ, സാഹചര്യങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനമല്ല, ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി ഒരല്പസമയം കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് കാര്യങ്ങളെ സാധിപ്പിക്കും. ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ, ഹല്ലേലൂയ, ചിലതിനെ പിന്തുടരുവാൻ, ഹല്ലേലൂയ, ചിലത് നഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ. ഓ ഗ്ലോറി ടു ഗോഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസത്തോടെ ഒന്ന് പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. സ്തോത്രം, ഹല്ലേലൂയ. ചിലതിനെ തിരിച്ചു പിടിക്കുക, ശത്രു കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കുക, ചിലതിനെ പിന്തുടർന്ന് പിടിക്കുക. നിന്റെ ബലം പോരാ, നിന്റെ ശക്തി പോരാ, നിന്റെ ബുദ്ധി പോരാ. അവിടെ വേണ്ടത് ദൈവത്തിൻ്റെ ആലോചനയാണ്. ദൈവം പറഞ്ഞു, പിന്തുടരുക, നീ അതിനെ എത്തിപ്പിടിക്കും, നീ അതിനെ വീണ്ടുകൊള്ളും. വചനം ആ അധ്യായം അവസാനിക്കുമ്പോൾ ദാവീദ് സകലത്തെയും ഒരു വലിയ കൊള്ളയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അവിടെ വായിക്കുന്നത് അങ്ങനെയാ. സ്തോത്രം. 30-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ഒരു വലിയ കൊള്ളയാണ് തനിക്ക് ലഭിച്ചത്. സ്തോത്രം. 12-ാം വാക്യം വായിക്കുമ്പോൾ അമോലേക്കർ അപഹരിച്ചു പോയതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം അടക്കി കൊണ്ടുപോകുന്നു. ഒരു വലിയ കൊള്ള കിട്ടിയതുപോലെ ദാവീദ് എല്ലാം തിരിച്ചു പിടിക്കുവാനായിട്ട്. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ശത്രു പിന്തുടരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവിക ആലോചനയ്ക്ക് വേണ്ടി. അവിടെ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും. എങ്ങനെ, എപ്പോൾ, എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇതിനെ തരണം ചെയ്യണം, എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി അല്ല, നമ്മുടെ ബലമല്ല, കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി നമ്മളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധി അടയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമാനന്ദേ.